അവർ ദൈവങ്ങളൊന്നുമല്ല, നമ്മളെപ്പോലെ മനുഷ്യരാണ്. മികച്ച പ്ലേയേഴ്സാണ്, അത് ഞാൻ സമ്മതിക്കുന്നു. സെബാസ്റ്റ്യൻ മിഗ്നെ പറയുകയാണ്, ഹെയ്ത്തിയുടെ കോച്ച്. അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ താരങ്ങളോട് ഞാൻ ചോദിച്ചു, അവരിൽ പലരും വിനീഷ്യസ് ജൂനിയറിൻ്റെ ആരാധകരാണ്. സംഗതിയൊക്കെ ശരിയാണ്, പക്ഷേ ഈ മത്സരത്തിൽ നമുക്ക് പോരാടിയേ പറ്റൂ. ബ്രസീലാണ് മറുഭാഗത്ത് എന്നുള്ളത് കൊണ്ട് നമുക്ക് നമ്മളെ തന്നെ ടെസ്റ്റ് ചെയ്യാനുള്ള നല്ലൊരു അവസരമല്ലേ ലഭിച്ചിരിക്കുന്നത്. ആ രീതിയിലാണ് ഇതിനെ കാണേണ്ടത്. 2022 ഞാൻ കാമറൂണിൻ്റെ അസിസ്റ്റൻറ്റ് കോച്ചായിരുന്ന സമയത്ത് ബ്രസീലുമായിട്ടൊരു കളിയുണ്ടായിരുന്നു. അന്ന് നെയ്മർ അവരുടെ ടീമിൽ കളിച്ചില്ല. ഞങ്ങൾ ജയിച്ചു. ഇപ്പോൾ നെയ്മർ വീണ്ടും കളിക്കാൻ ഇറങ്ങുന്നില്ല. ഇതൊരു പോസിറ്റീവ് സൈനായിട്ട് ഞാൻ എടുക്കുന്നു. ഹെയ്ത്തി കോച്ച് പറയുമ്പോൾ ഒരു വിജയം ഒരു വിദൂര സ്വപ്നത്തിലെങ്കിലും അദ്ദേഹം കാണുന്നുണ്ട്. അതേസമയം ബ്രസീലിനോ മറ്റു വഴികളില്ല. ഗോൾ വർഷം നടത്തിയേ പറ്റൂ. ആദ്യ കളിയിൽ മൊറോക്കോയോട് സമനിലയിൽ പിരിഞ്ഞതുകൊണ്ട് തന്നെ ഗ്രൂപ്പിൽ ചാമ്പ്യന്മാരാവണമെങ്കിൽ നല്ല രൂപത്തിൽ ഗോളടിച്ച് കയറ്റിയിട്ട് വേണം മുന്നോട്ട് പോകാൻ. അതെന്തപ്പോൾ ഗ്രൂപ്പിൽ ചാമ്പ്യന്മാരാവണം എന്ന് പറയുന്നത്? 3-ാം സ്ഥാനമായാൽ പോലും മുന്നോട്ട് പോവില്ലേ? പോവും. പക്ഷേ ഗ്രൂപ്പ് ചാമ്പ്യന്മാരാവുന്നതും 2-ാം സ്ഥാനക്കാരും 3-ാം സ്ഥാനക്കാരും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് നോക്കൗട്ട് സ്റ്റേജിലെ ഫിക്സറിനെ ബാധിക്കും. സ്വാഭാവികമായിട്ടും ഗ്രൂപ്പ് ചാമ്പ്യന്മാർക്ക് മറ്റ് ഗ്രൂപ്പിൽ നിന്ന് വരുന്ന 3-ാം സ്ഥാനക്കാരെയോ 2-ാം സ്ഥാനക്കാരെയോ ഒക്കെ നേരിട്ടാൽ മതി. ആ നോക്കൗട്ടിലുള്ള പാത്തിൽ വ്യത്യാസം വരും. അതുകൊണ്ട് ഗ്രൂപ്പ് ചാമ്പ്യൻ ആവുക എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. കാർലോ അഞ്ചലോട്ടി പറയുന്നു, എൻ്റെ താരങ്ങൾക്ക് കഴിയും, ആരോടും കോമ്പീറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഹെയ്ത്തി മികച്ച ടീമാണ്, പക്ഷേ ഞങ്ങളിവിടെ മികച്ച പ്രകടനം പുറത്തെടുക്കുമെന്ന്. ചില മാറ്റങ്ങൾ ബ്രസീൽ ടീമിലുണ്ടാകും. ഏറ്റവും ചുരുങ്ങിയത് 2 മാറ്റങ്ങളെങ്കിലും ഇന്നത്തെ ബ്രസീലിയൻ നിരയിൽ ഉണ്ടാകും എന്നാണ് മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. അങ്ങനെയെങ്കിൽ ബ്രസീലിൻ്റെ സ്റ്റാർട്ടിംഗ് 11-ൽ ഗോൾ കീപ്പറായിട്ട് ആലീസൺ, ഡിഫൻസിൽ ഗബ്രിയലും മാർക്കിഞ്ഞോസും, സെൻറ്റർ ബാക്കുമാരായിട്ട് ഇരുപാർശ്വങ്ങളിൽ ഡഗ്ലസ് സാൻഡോസും ഡാനിലോയും, ഇബാനസിന് പകരം ഡാനിലോ, മധ്യനിരയിൽ